ലോ ബാക്ക് പെയിൻ അഥവാ നടുവേദന ഉള്ളവരിൽ നടക്കുന്നത് നല്ലതാണോ അതോ പൂർണ്ണമായ വിശ്രമമാണോ ആവശ്യം? പറഞ്ഞുതരാം. പൊതുവായി പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ നടുവേദന രോഗികളിലും നടക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ നടുവിൻ്റെ ഭാഗത്തേക്കുള്ള മസിലുകൾ സജീവമാവുകയും തൽഫലമായിട്ട് ആ മസിലുകളുടെ സ്റ്റിഫ്നെസ് അഥവാ പിടുത്തം കുറയുകയും ഒപ്പം തന്നെ അങ്ങോട്ടുള്ള രക്തയോട്ടം നല്ലതാവുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് പൊതുവെ വേദന കുറയും. പക്ഷേ നമ്മൾ വേദന കുറയ്ക്കാൻ നടക്കുന്നത് നല്ലതാണെന്ന് വെച്ച് അമിതാവേശത്താൽ ചിലർ കിലോമീറ്ററുകളോളം നടന്നു വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരിൽ വേദന കൂടും. അപ്പം നടക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ആദ്യമായിട്ട് നടന്നു തുടങ്ങുമ്പോൾ വളരെ വേഗം കുറച്ച് 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുക. അതിനുശേഷം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ വേദന കുറയണതായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസം കുറച്ച് സമയവും ഒപ്പം തന്നെ കുറച്ച് വേഗതയും കൂട്ടാവുന്നതാണ്. പക്ഷെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നടക്കുമ്പോൾ നമ്മളുടെ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന വലിഞ്ഞിറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൂടാതെ ചിലരിൽ തരിപ്പുണ്ടോ അല്ലെങ്കിൽ കാലിന് ബലക്കുറവുണ്ടോ, കുറച്ച് നടക്കുമ്പോൾ തന്നെ കാലിന് വേദന കൂടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേവലം അതൊരു മസിൽ പെയിൻ മാത്രം ആവണമെന്നില്ല. അങ്ങനെയുള്ളവരിൽ അത് ഡിസ്കിൻ്റെതായ പ്രോബ്ലംസോ അല്ലെങ്കിൽ നെർവ് കംപ്രഷനോ ഒക്കെ ആവാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ അഥവാ ഒരു വിദഗ്ധനെ കണ്ട് ചികിത്സ എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒരു പ്രധാന കാര്യം പറയാം, നടുവേദനയിൽ ആഴ്ചകളോളം ബെഡ് റെസ്റ്റ് എടുക്കുന്നത് പൊതുവെ അതിൻ്റെ റിക്കവറി വൈകിക്കാറുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ശരിയായ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകളും ഒപ്പം തന്നെ എക്സസൈസും കൂടാതെ കൃത്യമായ ചികിത്സയുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നടുവേദന സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? അതായത് നിങ്ങൾക്ക് നടുവേദന നടക്കുമ്പോൾ കൂടുകയാണോ ഉണ്ടായത്, അഥവാ ചിലർക്കാണെങ്കിൽ കുറയുകയാണോ ഉണ്ടായത്? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒപ്പം തന്നെ നടുവേദന, ഡിസ്ക് പ്രോബ്ലം, സ്പൈനിൻ്റെ ഹെൽത്ത് ഇത് സംബന്ധമായ വിവരങ്ങൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.